ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വിസ്മയങ്ങൾ ഉണ്ടാകും എന്ന് മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആയിരുന്നു. അതായത് പല രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും കോൺഗ്രസിലേക്കും UDF-ലേക്കും നിരവധി ആളുകൾ ചേക്കേറും എന്നുള്ളതായിരുന്നു ആ പ്രയോഗത്തിന്റെ അർത്ഥം. ഇപ്പോഴിതാ കൊടുവള്ളിയിലെ മുൻ LDF MLA ആയിട്ടുള്ള കാരാട്ട് റസാഖ് വീണ്ടും മുസ്ലിം ലീഗിൽ എത്തിയിരിക്കുകയാണ്. പാണക്കാട് എത്തിയാണ് അദ്ദേഹം അംഗത്വം സ്വീകരിച്ചത്. തറവാട്ടിലേക്ക് തിരിച്ചു വന്നു എന്നും മദ്രസ അധ്യാപക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ സ്ഥാനം ഉടൻ രാജിവെക്കും എന്നുമാണ് കാരാട്ട് റസാഖ് പറഞ്ഞത്. തറവാട്ടിലേക്ക് തിരിച്ചു വന്ന് മാതൃസംഘടനയിൽ പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പൊ ലക്ഷ്യമുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ സാഹചര്യം തോന്നിയത്? മറ്റു കാര്യങ്ങളൊക്കെ 4 മണിക്ക് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉണ്ട് UDF-ന്റെ കൊടുവള്ളി വെച്ച്. അവിടെ വെച്ച് നമ്മൾ സംസാരിക്കാം. ബോർഡ് ചെയർമാൻ സ്ഥാനം തുടരില്ല. ഇല്ല, രാജിവെക്കും. നേരത്തെ PA മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെയാണ് പറഞ്ഞിരുന്നത്. അതൊന്നും പരിഹരിച്ചില്ലേ പാർട്ടി? ആ രീതിയിൽ പരിഹരിക്കാനാണ് ശ്രമിച്ചിരുന്നില്ല. പരിഹരിക്കാത്തത് കൊണ്ടാണല്ലോ പുനർചിന്തനം നടത്തേണ്ടി വന്നത്. വളരെ പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു. രാത്രി എടുത്ത തീരുമാനം. ഉപാധികളൊന്നുമില്ല. വിശ്വാസമാണ് പാർട്ടിയെ. പ്രത്യേകിച്ച് തങ്ങളുടെയും കുഞ്ഞാൽ സാഹിബിനെയും മുനീർ സാഹിബിനെയും ഒക്കെ വിശ്വാസമാണ്. ഇനി പാർട്ടി സജീവമായിട്ട് തീർച്ചയായിട്ടും 10 കൊല്ലം പിന്നെ പ്രവർത്തിക്കാത്തത് അതിന്റെ ഡബിൾ മടങ്ങ് പ്രവർത്തിച്ച് മുമ്പോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു ഉപാധികളുമില്ലാതെയാണ് കാരാട്ട് റസാഖ് തിരിച്ചു വന്നത് എന്നാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത്. UDF ട്രെൻഡ് തെളിയിക്കുന്നതാണ് തിരിച്ചുവരവുകൾ എന്നും മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പറയും. 10 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്താണ് കാരാട്ട് റസാഖ് അന്ന് മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെച്ചത്. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ അദ്ദേഹം പാർട്ടിയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. വളരെ സന്തോഷപൂർവ്വം അദ്ദേഹത്തിന് ഇപ്പോൾ നമ്മൾ മെമ്പർഷിപ്പ് കൊടുത്തു. ഒരു ഉപാധികളുമില്ലാതെയാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. ഇനി അദ്ദേഹം മുസ്ലിം ലീഗിൽ സജീവമായി പ്രവർത്തിക്കും എന്ന് അദ്ദേഹം ഞങ്ങൾക്ക് ഉറപ്പ് തരികയുണ്ടായി. ഏതായാലും അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പോൾ ട്രെൻഡ് UDF-ന് അനുകൂലമാണ് എന്നാണ് ഇത് കാണിക്കുന്നത്. അവർ ലീഗിലെ ആളുകളെ സ്വതന്ത്രന്മാരെയൊക്കെ പിടിച്ച് പണ്ട് കളിച്ച പോലെ കളിക്കാൻ കഴിയും എന്നാണ് കരുതിയത്. പക്ഷേ ഇപ്പോൾ ഒഴുക്ക് ഇങ്ങോട്ടാണ്. കാരാട്ട് റസാഖ് വളരെ കാലം വലിയ റെക്കോർഡ് ലീഗിൻ്റെ കൂടെയുള്ള ഒരാളാണ്. ഒരു ചെറിയ ഗ്യാപ്പ് വന്നു. അദ്ദേഹത്തിന് തറവാട്ടിലേക്ക് തിരിച്ചു വരാൻ തോന്നി. തങ്ങൾ സ്വാഗതം ചെയ്തു, മെമ്പർഷിപ്പ് കൊടുത്തു. വളരെ സന്തോഷം. ദീർഘകാലം മുസ്ലിം ലീഗിന്റെ ഒപ്പമുണ്ടായിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ കാരാട്ട് റസാഖ് കുടുംബത്തിലേക്ക് തിരികെ വന്നു എന്നാണ് PK കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. ഒരു ഉപാധിയും ഇല്ലാതെയാണ് റസാഖ് തിരികെ എത്തിയിട്ടുള്ളത് എന്ന പ്രതികരണം കൂടിയാണ് ലീഗിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി MS അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ്, ഒരുപക്ഷെ ലീഗിന് ഇഷ്ടപ്പെടുന്ന ഭാഷയല്ല എങ്കിൽ അതിനെ ഗർവാപ്പസി എന്ന് നമുക്ക് പറയാം. എന്തായാലും ഇന്നത്തെ വിസ്മയം, ഇന്ന് രാവിലത്തെ ഒരു വിസ്മയം കാരാട്ട് റസാഖ് തന്നെയാണല്ലോ അനീഷ്. തീർച്ചയായും ലീഗ് കോട്ടകളിൽ വിള്ളൽ വീഴ്ത്തുന്നതിനായി CPM ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പയറ്റി വന്ന തന്ത്രങ്ങളാണ്. നേരത്തെ PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതുപോലെ തന്നെ ഈ സ്വതന്ത്രന്മാരെ ലീഗിൽ നിന്നും അടർത്തിയെടുക്കുകയും അവർക്ക് സ്വാധീനമുള്ള മേഖലകളിൽ നിർത്തി വിജയിപ്പിച്ചെടുക്കുക എന്ന തന്ത്രം കഴിഞ്ഞ 1-2 തെരഞ്ഞെടുപ്പുകളിൽ ഈ തന്ത്രം വളരെ കൃത്യമായി തന്നെ CPM-ന് നടത്താൻ കഴിയുകയും ചെയ്തു. കാരണം ന്യൂനപക്ഷ മേഖലകളിൽ ഒരു തരത്തിലും CPM-ന് കടന്നു കയറാൻ കഴിയാത്ത ഇടങ്ങളുണ്ട്. അത്തരം ഇടങ്ങളിൽ എന്തായാലും തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ പലപ്പോഴും സീറ്റ് കിട്ടാത്ത അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ മറ്റു കാരണങ്ങളാൽ അസംതൃപ്തരായ പ്രധാനപ്പെട്ട നേതാക്കളെയും അണികളെയും ഒക്കെ CPM ലഭിക്കാറുണ്ട്. അപ്പോൾ പോലും അവരെ സ്വതന്ത്ര എന്ന രീതിയിൽ പരീക്ഷണം നടത്തുന്നു. ഒപ്പം ഇടതുപക്ഷത്തിന് ലഭിക്കേണ്ട അടിസ്ഥാന വോട്ടുകൾ ലഭിക്കുക, മറുവശത്ത് ലീഗിൽ നിന്നും ലഭിക്കേണ്ട അസംതൃപ്തരുടെ വോട്ടുകൾ ലഭിക്കുക എന്നിങ്ങനെയുള്ള തന്ത്രമാണ്. നമുക്ക് KT ജലീൽ മുതൽ കാരാട്ട് റസാഖ് വരെയൊക്കെയുള്ള ഒരുപാട് ആളുകൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലും അത്തരം ആളുകളെ അടർത്തി മാറ്റി മത്സരിപ്പിക്കുന്നുണ്ട്. അത്തരത്തിൽ ഏറ്റവും ഫലപ്രദമായി CPM-ന് സ്വാധീനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ ഒരിടമായിരുന്നു കൊടുവള്ളി, കുന്നമംഗലം പോലെയുള്ള മേഖലകൾ. അവിടെ കൊടുവള്ളിയിൽ നിന്നും 2016-ൽ മത്സരിച്ച് ജയിച്ച് ലീഗ് കോട്ടയിൽ വിള്ളൽ വീഴ്ത്തിയ ആളാണ് കാരാട്ട് റസാഖ്. അന്ന് അദ്ദേഹം UDF സ്ഥാനാർത്ഥി MA റസാഖിനെ 571
വോട്ടുകൾക്കാണ്. അതായത് ഒരു വലിയ ഭൂരിപക്ഷത്തിലൊന്നും അല്ലെങ്കിൽ പോലും കൊടുവള്ളിയിൽ ലീഗിനെ തോൽപ്പിക്കുക എന്നത് ഒരു വലിയ കാര്യമായി, ഒരു വലിയ അട്ടിമറിയായി തന്നെ വിലയിരുത്തിയ കാലമായിരുന്നു. PT റഹീമിന് ശേഷം കൊടുവള്ളിയിൽ ഇടതുപക്ഷത്തിന് വെന്നിക്കുടി പാറിക്കാൻ സഹായിച്ചതും കാരാട്ട് റസാഖായിരുന്നു. എന്നാൽ 2021 തെരഞ്ഞെടുപ്പിൽ വീണ്ടും കാരാട്ട് റസാഖ് മത്സരത്തിനെത്തിയെങ്കിലും ഡോക്ടർ MK മുനീറിനോട് പരാജയപ്പെടാനായിരുന്നു അദ്ദേഹത്തിന്റെ നിയോഗം. നമുക്കറിയാം, സംഘടനാ തലത്തിലൊക്കെ അങ്ങേയറ്റം സ്വാധീനമുള്ള ഒരു ആളായിരുന്നു MK മുനീറിന്. കൃത്യമായ ഒരു വിജയം അദ്ദേഹത്തിന് അവിടെ ലഭിച്ചു. 6500 വോട്ടുകൾക്ക് MK മുനീറിന് മണ്ഡലത്തിൽ ജയിക്കുന്നതിനും കഴിഞ്ഞു. എന്നാൽ പിന്നീട് ഈ പരാജയത്തിന് പിന്നാലെ CPM-മായി ഒരു അകന്ന നിലയിൽ തന്നെയായിരുന്നു കാരാട്ട് റസാഖ് ഉള്ളത്. അദ്ദേഹം ലീഗിലേക്ക് മടങ്ങിപ്പോവും അല്ലെങ്കിൽ INL-നൊപ്പം ചേരും എന്നിങ്ങനെ പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുവെങ്കിലും മനസ്സ് തുറക്കാതെ അദ്ദേഹം തുടരുകയായിരുന്നു. പിന്നീട് പിണറായി വിജയനെതിരെ എന്നൊക്കെ രീതിയിൽ ആഞ്ഞടിച്ച് PV അൻവർ പാർട്ടിക്ക് പുറത്തേക്ക് അല്ലെങ്കിൽ MLA സ്ഥാനം രാജിവെച്ചൊക്കെ പുറത്തു വന്നപ്പോഴും ഈ അൻവറിനെ അനുകൂലിച്ചുള്ള ചില പ്രസ്താവനകളൊക്കെ ഇദ്ദേഹം നടത്തുകയും ചെയ്തു. അന്ന് അൻവറിനോടൊപ്പം പോകുമെന്ന ചില ഒരു പ്രചാരണങ്ങൾ ഉണ്ടായി. പക്ഷേ അദ്ദേഹം CPM-നോടൊപ്പം ചേർന്ന് തന്നെ നിൽക്കുന്ന ഒരു രീതിയിൽ കാര്യങ്ങൾ പോവുകയായിരുന്നു. വളരെ പ്രകടമായ ഒരുപാട് പരിപാടികളിലൊന്നും പങ്കെടുക്കുന്നില്ലെങ്കിലും ബന്ധം വിച്ഛേദിക്കാത്ത അദ്ദേഹം നിലനിൽക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിലാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം സീറ്റ് പ്രതീക്ഷ വെച്ചു പുലർത്തിയിരുന്നുവെന്ന് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി. പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കുമെന്ന രീതിയിൽ എല്ലാ സ്ഥാനാർത്ഥികളും പ്രകടമാക്കാനുള്ള വികാരം അദ്ദേഹം പ്രകടമാക്കി. എന്നാൽ കൊടുവള്ളി സീറ്റിൽ ഒരുപാട് സ്ഥാനാർത്ഥികളെ തെരഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് CPM എത്തി. ലീഗിലെ അസംതൃപ്തരായ പ്രാദേശിക നേതാക്കളിൽ ആരെങ്കിലും കിട്ടുമോ എന്നവർ പരിശോധിച്ചു. പക്ഷേ അത്തരം ഒരാളെയും ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. കാരണം PK ഫിറോസ് യൂത്ത് ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് കൊടുവള്ളിയിൽ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറുപക്ഷത്തു നിന്നും ആളുകളെ അടർത്തിയെടുക്കാൻ കഴിയാതെ വന്ന സാഹചര്യം. ഏറ്റവും ഒടുവിലാണ് സലിം മടവൂരിനെ ഒരു സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ച് മുന്നോട്ട് പോയത്. RJDയുടെ ആളെന്ന രീതിയിലാണ് അത്തരം ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുകയും ചെയ്ത്. അത്തരത്തിൽ പരക്കെ തെരഞ്ഞൊരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി അലഞ്ഞു തിരിഞ്ഞു നടന്നപ്പോൾ പോലും തന്നിലേക്ക് എന്തുകൊണ്ട് സ്ഥാനാർത്ഥിത്വം എത്തിയില്ല എന്ന ചോദ്യമാണ് അദ്ദേഹത്തെ തിടുക്കപ്പെട്ടൊരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് കാരാട്ട് റസാഖിനെ ബന്ധപ്പെട്ടപ്പോഴും ഒരു അനുകൂലമായ തീരുമാനം പാർട്ടിയിൽ നിന്നും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ എന്താണ് ഭാവി പരിപാടികൾ എന്നതിനെക്കുറിച്ച് കൃത്യമായൊരു വിവരം നൽകുകയും ചെയ്തില്ല. അതിനുശേഷം ഇന്നലെ രാത്രിയാണ് താൻ മാതൃസംഘടനയിലേക്ക് അല്ലെങ്കിൽ മുസ്ലിം ലീഗിലേക്ക് പാണക്കാട്ട് തറവാട്ടിലേക്ക് മടങ്ങാനുള്ള തീരുമാനം എടുത്തതെന്നത് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും ഇന്ന് രാവിലെ തന്നെ നേരത്തെ അഭിലാഷ് പറഞ്ഞ രീതിയിലുള്ളൊരു ഗർഭാപസി നടപ്പിലായിരിക്കുകയാണ്. അദ്ദേഹം തന്റെ തറവാട്ടിലേക്ക് 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തിരിച്ച് ലീഗിലേക്ക് തന്നെ മടങ്ങിയെത്തിയിരിക്കുന്നു. എന്തായാലും CPM-ന് വലിയ ആഘാതമാവുന്ന ഒരു നടപടികൾ തന്നെയാണ് ഈ കാരാട്ട് റസാഖിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്ത് അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് സജീവമല്ലെങ്കിൽ പോലും അവിടുത്തെ മണ്ഡലത്തിലെ വോട്ടർമാർക്കിടയിൽ അല്ലെങ്കിൽ ലീഗ് പ്രവർത്തകരായ ആളുകൾക്കിടയിൽ CPM അനുകൂലികൾക്കിടയിലൊക്കെ ഒരു സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിരുന്ന ഒരു നേതാവായിരുന്നു. എന്തായാലും അദ്ദേഹം മടങ്ങിപ്പോകുമ്പോൾ ഒരു വലിയ ആഘാതം തന്നെയാണ് കൊടുവള്ളി മണ്ഡലത്തിൽ ഇപ്പോൾ CPM സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അഭിലാഷ്, തീർച്ചയായും അതാണ്. അതായത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ CPIM വിട്ട് നിരവധിയായ ആളുകൾ പുറത്തേക്ക് പോകുന്നു എന്നുള്ളതാണ്. G സുധാകരനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ പാർട്ടി വിട്ടത്, PK ശശി രാഷ്ട്രീയ എതിരാളികളുടെ പാളയത്തിലെത്തി മത്സര രംഗത്തുള്ളത്, ഗോവിന്ദനെ പോലെയുള്ള കണ്ണൂർ പോലെ ഏറ്റവും CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ തട്ടകത്തിൽ നിന്ന് തന്നെ വിമത ശബ്ദങ്ങൾ ഉയരുന്നത്, അങ്ങനെ ഉള്ള നിരവധിയായ ആളുകൾ CPIM വിട്ടുവെങ്കിൽ CPIM-ന്റെ പിന്തുണയോടെ LDF സ്വതന്ത്രനായും LDF പക്ഷത്തു നിന്നുമൊക്കെ മത്സരിക്കുകയും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പയറ്റി വരികയും ചെയ്തവർ ഇപ്പോൾ ഈ മുന്നണി സംവിധാനം വിട്ട് UDF-ലേക്ക് എത്തുന്നു എന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടിയാണ് സൃഷ്ടിക്കപ്പെടുന്നത്. VD സതീശന്റെ ഭാഷയിൽ പറഞ്ഞാൽ വിസ്മയങ്ങൾ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.